ലിംഗരൂപത്തിലല്ലാതെ മാതാ പാർവതിയുടെ മടിയിൽ വിശ്രമിക്കുന്ന മഹാദേവന്റെ പൂർണ്ണ രൂപം. ലോകത്തിലെ ഏക അത്ഭുത കാഴ്ചയായ ഈ ക്ഷേത്രത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും പോലും അപ്രാപ്യമായ ആ പൂർണ്ണ രൂപം ഭക്തർക്ക് ദർശിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക സന്നിധാനം. പാലാഴി മഥനം നടന്നപ്പോൾ സർവ്വചരാചരങ്ങളെയും രക്ഷിക്കാനായി മഹാദേവൻ ആ മാരക വിഷം പാനം ചെയ്തു. ഈ ഘട്ടത്തിലാണ് ജഗത് മാതാവായ മാതാ പാർവതി ഇടപെടുന്നത്. ആ മാരക വിഷം മഹാദേവന്റെ ഉദരത്തിലേക്ക് പോയാൽ അത് ലോകത്തെ നശിപ്പിക്കുമെന്ന് കരുതിയ ദേവി ഭഗവാന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. വിഷം അവിടെ തന്നെ തങ്ങി നിൽക്കുകയും മഹാദേവന്റെ കണ്ഠം നീല നിറമായി മാറുകയും ചെയ്തു. എന്നാൽ ഈ വിഷത്തിന്റെ തീക്ഷണതയും അതിന്റെ ആഘാതവും കാരണം മഹാദേവൻ അതീവ ക്ഷീണിതനായി മാറി. തന്റെ ക്ഷീണമകറ്റാൻ മഹാദേവൻ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശിലെ സുരട്ടപ്പള്ളി എന്ന സ്ഥലത്താണ് ഈ പുണ്യ നിമിഷം നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ വെച്ച് മാതാ പാർവതിയുടെ മടിയിൽ തലചായ്ച്ച് മഹാദേവൻ ശയന രൂപത്തിൽ വിശ്രമിച്ചു. പള്ളി കൊള്ളുക എന്നാൽ വിശ്രമിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ ദേവിയുടെ മടിയിൽ കിടന്ന് വിശ്രമിക്കുന്ന ഭഗവാനെ ഭക്തർ പള്ളികൊണ്ടേശ്വര